നമസ്കാരം. പ്രധാന വാർത്തകൾ. പാർട്ടി ആരെയും ഉപേക്ഷിച്ചിട്ടില്ലെന്ന് CPI പാലക്കാട് ജില്ലാ സെക്രട്ടറി സുമലത മോഹൻദാസ്. ഒരു കുടുംബത്തിലുണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ മാത്രമാണ് ഉണ്ടായത്. ഇതൊന്നും നെഗറ്റീവായി കാണുന്നില്ലെന്നും പാർട്ടിയെ സ്നേഹിക്കുന്ന ആർക്കും സ്വാഗതമെന്നും പുതിയ ജില്ലാ സെക്രട്ടറി. മുണ്ടൂർ തൂതാപാതയിൽ കുളക്കാട് വാഹനാപകടം. സ്വകാര്യ ബസും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. മാങ്ങാട് സ്വദേശി രവികുമാറാണ് മരിച്ചത്. സഹോദരന് പരിക്ക്. അപകടമുണ്ടായത് ബലിതർപ്പണത്തിനായി കരിമ്പുഴയിലേക്ക് പോകുന്നു. പാചകം ചെയ്യുന്നതിനിടെ പ്രഷർ കുക്കർ പൊട്ടിത്തെറിച്ച് അധ്യാപികയ്ക്ക് പരിക്ക്. കരുവാരക്കുണ്ട് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക അശ്വതിക്കാണ് പരിക്കേറ്റത്. ഇവർ താമസിക്കുന്ന ക്വാർട്ടേഴ്സിൽ വെച്ചാണ് അപകടമുണ്ടായത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പുറത്തുവിട്ട വോട്ടർ പട്ടികയിൽ ക്രമക്കേടെന്ന് BJP. പുറത്തുവിട്ട വോട്ടർ പട്ടിക CPMന്റെ ഓഫീസുകളിൽ നിന്നാണ് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാൽ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടണം. അണമങ്ങാട്ട് തെരുവുനായ ആക്രമണം. പിതാവിനും മകനും തെരുവുനായയുടെ കടിയേറ്റു. പ്രദേശത്ത് തെരുവുനായ്ക്കൾ വലിയ ഭീഷണി ഉയർത്തുന്നതായി നാട്ടുകാർ. മങ്കര മാങ്കുറിശ്ശിയിൽ വാഹന പരിശോധനയ്ക്കിടെ മോഷണ മുതലുമായി യുവാവ് പിടി. മലപ്പുറം തിരൂരങ്ങാടി സ്വദേശി അബ്ദുൾ റസാഖാണ് പിടിയിലായത്. അങ്ങാടിപ്പുറം ചെരക്കാപ്പറമ്പിൽ ബന്ധുവീട്ടിൽ നിന്നും സ്വർണം മോഷ്ടിച്ച പ്രതി തിരുവനന്തപുരത്ത് മറ്റൊരു കേസിൽ പിടി. പിതൃമോക്ഷം തേടി ആയിരങ്ങൾ കർക്കിടക വാവു ദിനത്തിൽ ബലിതർപ്പണം നടത്തി. ഭാരതപ്പുഴയിലെയും തൂതപ്പുഴയിലെയും പ്രധാന സ്നാനഘട്ടങ്ങളിൽ ബലിതർപ്പണത്തിന് വൻ തിരക്ക്. വിശദമായ വാർത്തകളിലേക്ക്. പാർട്ടി ആരെയും ഉപേക്ഷിച്ചിട്ടില്ലെന്ന് CPI പാലക്കാട് ജില്ലാ സെക്രട്ടറി സുമലത മോഹൻദാസ്. ഒരു കുടുംബത്തിലുണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങളും പ്രയാസങ്ങളും മാത്രമാണ് പാർട്ടിയിൽ ഉണ്ടായത്. ഇതൊന്നും നെഗറ്റീവായി കാണുന്നില്ല. ഈ പാർട്ടിയെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകൾക്കും പാർട്ടിയിലേക്ക് സ്വാഗതം. 2 ദിവസത്തെ ജില്ലാ സമ്മേളനത്തിൽ ആരോഗ്യപരമായ ചർച്ച നടന്നിട്ടുണ്ട്. CPIയോടൊപ്പം ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും സുമലത മോഹൻദാസ് കരിമ്പുഴയിൽ മലബാർ ന്യൂസിനോട് പറഞ്ഞു. ജില്ലാ സമ്മേളനം എന്തുകൊണ്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഴുവൻ സഖാക്കൾക്കും വലിയൊരു ആർജവും ഉണർവും പകരുന്ന ഒരു സമ്മേളനമായി പാലക്കാട് ജില്ലാ സമ്മേളനം മാറി എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ കേരളത്തിന്റെ ചരിത്രത്തില് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് 100 വർഷം പിന്നിടുമ്പോൾ കേരളത്തില് 86 വർഷങ്ങൾ പിന്നിട്ടു. രാജ്യത്ത് 100 വർഷം പിന്നിട്ട ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ചരിത്രത്തിൽ ഇടം പിടിച്ചുകൊണ്ട് എന്തുകൊണ്ടും അത് CPIക്ക് അവകാശപ്പെട്ട ഒരു കാര്യമാണ് എന്നുള്ളതാണ്, ഒരു വനിതാ സെക്രട്ടറിയെ തെരഞ്ഞെടുത്തത് എന്നുള്ളതാണ് ഇന്ന് കേരള സമൂഹം ചർച്ച ചെയ്യുന്നത്. അതെന്തുകൊണ്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവകാശപ്പെട്ടതായി മാറി. മറ്റൊന്ന്, ആ ചരിത്രത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ ഈ പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ നമുക്ക് ഇന്ന് ഈ സമ്മേളനം രേഖപ്പെടുത്തുന്ന അല്ലെങ്കിൽ സമ്മേളനം മുന്നോട്ട് വയ്ക്കുന്ന ചർച്ചകൾ 2-3 ദിവസങ്ങളായി നടന്ന പൊതുസമ്മേളനമാണെങ്കിലും 2 ദിവസം നടന്ന പ്രതിനിധി സമ്മേളനമാണെങ്കിലും ഒക്കെ തന്നെ അതിലെ രാഷ്ട്രീയപരമായും സംഘടനാപരമായും ഏറ്റവും നല്ല ചർച്ച, ആരോഗ്യപരമായ ചർച്ച ഈ ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പാർട്ടിയെ സംഘടനാപരമായി കെട്ടിപ്പടുത്തുന്നതിനും വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ ഉടൻ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ തന്നെ ഈ പാലക്കാട് ജില്ലയിൽ പാർട്ടിയെ സംബന്ധിച്ച്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് വലിയൊരു ഗൗരവപരമായിട്ടുള്ള ഒരു കാര്യമാണ്. കുറച്ചുപേരില്ല. അത് പൂർണ്ണമായും ഈ 2025 ഞാൻ അതാണ് പറഞ്ഞ ആ സമ്മേളനം ഞങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കുന്നത്, ഈ ജില്ലാ സമ്മേളനം മുന്നോട്ട് വെച്ചത് വലിയൊരു പ്രതീക്ഷയാണ് CPIയുടെ പ്രവർത്തകർക്ക്. അത് തന്നെ കേരള സമൂഹം ഇന്ന് ഏറ്റവും പോസിറ്റീവായി ചിന്തിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്കൊക്കെ തന്നെ അറിയാം. അതുകൊണ്ട് ആ കുറച്ചൊന്നോ അല്ലെങ്കിൽ മാറി നിൽക്കുന്ന ഈ പാർട്ടിയെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഈ പാർട്ടിയിലേക്ക് സ്വാഗതം. ഈ പാർട്ടി ആരെയും ഉപേക്ഷിച്ചിട്ടില്ല. ഈ പാർട്ടിയുടെ ഇപ്പൊ നമ്മളൊരു കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ ആ അഭിപ്രായ വ്യത്യാസവും പ്രയാസങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുമല്ലോ, അതൊക്കെ തന്നെ, അല്ലാതെ അതൊരു നെഗറ്റീവായി നമ്മൾ കാണുന്നില്ല. മുണ്ടൂർ തൂതാപാതയിൽ കുളക്കാട് സ്വകാര്യ ബസും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. സ്കൂട്ടർ യാത്രികനായ മാങ്ങോട് കരിമ്പൻചോല രവികുമാറാണ് മരിച്ചത്. 45 വയസ്സായിരുന്നു. സഹോദരൻ പ്രസാദ് ഗുരുതര പരിക്കുകളോടെ തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. കരിമ്പുഴയിൽ ബലിതർപ്പണത്തിന് പോകുകയായിരുന്നു ഇവർ. മുണ്ടൂർ തൂതാപാതയിൽ കുളക്കാട് ഷാപ്പിന് സമീപം വ്യാഴാഴ്ച രാവിലെ 6 മണിയോടെയാണ് അപകടമുണ്ടായത്. കരിമ്പുഴ ഭാഗത്തേക്ക് പോകുകയായിരുന്ന സ്കൂട്ടറും എതിരെ വന്ന സ്വകാര്യ ബസും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മാങ്ങോട് കരിമ്പൻചോല വീട്ടിൽ രവികുമാർ, സഹോദരൻ പ്രസാദ് എന്നിവരെ ആദ്യം മാങ്ങോട് മെഡിക്കൽ കോളേജിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ചികിത്സയിലിരിക്കെ രവികുമാർ മരണപ്പെട്ടു.
സഹോദരൻ പ്രസാദ് ഗുരുതരാവസ്ഥയിൽ ഇവിടെ ചികിത്സയിൽ തുടരുകയാണ്. അപകടത്തിൽ ഇവർ സഞ്ചരിച്ച സ്കൂട്ടർ പൂർണ്ണമായി തകർന്നു. ഇടിയുടെ ആഘാതത്തിൽ ബൈക്കിൽ നിന്നും രണ്ടു വശത്തേക്ക് ഇരുവരും തെറിച്ചു വീഴുകയായിരുന്നു. സിന്ധുവാണ് മരിച്ച രവികുമാറിൻ്റെ ഭാര്യ. അഭിനന്ദ്, അഭിരാമി എന്നിവർ മക്കളാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം വെള്ളിയാഴ്ച ബന്ധുക്കൾക്ക് വിട്ടു നൽകും. പാചകം ചെയ്യുന്നതിനിടെ പ്രഷർ കുക്കർ പൊട്ടിത്തെറിച്ച അധ്യാപികയ്ക്ക് പരിക്ക്. കരുവാരക്കുണ്ട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക പി അശ്വതിക്കാണ് പരിക്കേറ്റത്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:30 ഇവർ താമസിക്കുന്ന കുട്ടത്തിയിലെ ക്വാർട്ടേഴ്സിൽ വെച്ചാണ് അപകടമുണ്ടായത്. കരുവാരക്കുണ്ട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയായ അശ്വതി കുട്ടത്തി പഴയ സിനിമ ടാക്കീസിന് സമീപത്തുള്ള വാടക ക്വാർട്ടേഴ്സിലാണ് താമസം. ഉച്ചയ്ക്ക് ഭക്ഷണം പാചകം ചെയ്യുന്നതിനിടെ പ്രഷർ കുക്കറിൻ്റെ മുകൾ ഭാഗത്തെ അടപ്പും വിസിലും തെറിക്കുകയായിരുന്നു. അടപ്പ് നെറ്റിയിലേക്ക് തെറിച്ചാണ് അശ്വതിക്ക് പരിക്കേറ്റത്. ഇവരെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി മാതാവ് പറഞ്ഞു. അവള് പാകം ചെയ്തോണ്ട് നിൽക്കുകയായിരുന്നു. നിന്നപ്പോഴാണ് അത് ഇങ്ങനെ തിളച്ച് അത് പൊട്ടി തെറിച്ച് ഉപ്പേരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് വെയിറ്റ് ഇങ്ങനെ വന്ന് മുഖത്തടിച്ചതാണ് തോന്നുന്നു. പാത്രം എല്ലാം പൊട്ടിത്തെറിക്കുകയാണ് ചെയ്തത്. ഭയങ്കര ശബ്ദമായിരുന്നു. പരിക്ക് ഇപ്പൊ ഇവിടെ ഒരു ഇതുണ്ട്, ഇവിടെ 2 സ്റ്റിച്ച് ഉണ്ട് നെറ്റിയില്. ഇവിടെ ഹയാത്തി കൊണ്ടുവന്നപ്പം പറഞ്ഞ് സ്റ്റിച്ച് വേണം, പെരിന്തൽമണ്ണ മൗലാനയെ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ മൗലാനയെ കൊണ്ടുപോയി അവിടെ കൊണ്ട് സ്റ്റിച്ച് ഇട്ട് ഇപ്പൊ കൊണ്ടുവരുന്ന കണ്ണ് സ്കാൻ ചെയ്യാൻ പറഞ്ഞ്. കണ്ണിന്റെ ഇവിടെ ആയതുകൊണ്ടേ കണ്ണ് സ്കാൻ ഹൈസ്കൂളിൽ അധ്യാപിക. കുക്കറിലെ പച്ചക്കറിയും മറ്റുമൊക്കെ അടുക്കളയുടെ പല ഭാഗത്തേക്കായി ചിന്നിച്ചിതറിയ നിലയിലാണ്. ഭീകര ശബ്ദത്തോടെയാണ് സംഭവം നടന്നതെന്നും വീട്ടുകാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കരുവാരക്കുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട വോട്ടർ പട്ടിക CPMന്റെ ഓഫീസുകളിലിരുന്നാണ് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാലൻ. വ്യാപകമായ ക്രമക്കേടാണ് വോട്ടർ പട്ടികയിൽ ഉള്ളതെന്നും പി വേണുഗോപാലൻ ഒറ്റപ്പാലത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടാണെന്ന ആരോപണവുമായാണ് BJP വെസ്റ്റ് ജില്ലാ കമ്മിറ്റി രംഗത്ത് വന്നത്. നിരവധി വോട്ടർമാരുടെ വാർഡുകളാണ് മാറിപ്പോയിരിക്കുന്നതെന്നും വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാലൻ പറഞ്ഞു. ഇന്നലെ പുറത്തിറക്കിയിട്ടുള്ള വോട്ടർ പട്ടിക, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഇന്നലെ പുറത്തിറക്കിയുള്ള വോട്ടർ പട്ടിക വ്യാപകമായ ക്രമക്കേട് ആ വോട്ടർ പട്ടികയിലുണ്ട്. ഈ വോട്ടർ പട്ടിക വെച്ചുകൊണ്ട് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെ നേടുക എന്നുള്ളത് ഏറ്റവും ദുഷ്കരമാണ്. പുതിയ ഡീലിമിറ്റേഷൻ വന്നതിന് ശേഷം അത് തന്നെ വ്യാപകമായ പരാതികളുണ്ടായി. അതിനുശേഷം വോട്ടർമാരെ ആ പട്ടികയിലേക്ക് ഉൾപ്പെടുത്തുന്ന സമയത്ത് വാർഡ് വ്യത്യസ്തമായിക്കൊണ്ട് ഒരു വാർഡിലുള്ള വോട്ടർമാർ വേറെ വാർഡിലേക്ക് കിടക്കും. അതായത് ഒരു വാർഡിൻ്റെ അതിർത്തിക്കുള്ളിൽ സാധാരണ ഇതിൻ്റെ അതിർത്തിയോട് ചേർന്നുള്ള വീടുകളോ വോട്ടർമാരോ മാറുക സാധാരണ. പക്ഷേ ഒരു വാർഡിൻ്റെ നടുഭാഗത്ത് നിന്ന് 50, 100, 200 വരെ വോട്ടർമാർ വേറെ വാർഡിലേക്ക് മാറിയതായിട്ടാണ് കാണാൻ കഴിയുന്നത്. CPMന്റെ ഓഫീസുകളിൽ നിന്നാണ് വോട്ടർ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നതെന്നും ഇതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിയന്തരമായി നടപടിയെടുക്കണമെന്നും വേണുഗോപാലൻ ആവശ്യപ്പെട്ടു. ഒരു പ്രധാന അതിരായിട്ട് റോഡ് വരേണ്ട സ്ഥലത്ത് റോഡിൻ്റെ ഒരു ഭാഗത്തുള്ള കുറച്ച് വീടുകൾ, ബാക്കി വീടുകൾ വേറെ വാർഡ്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഓരോ വാർഡും കിടക്കുന്നത് അത് കണ്ടാൽ തന്നെ അശാസ്ത്രീയമായിട്ടാണ് ഡിലിമിറ്റേഷൻ ഉണ്ടായിട്ടുള്ളത്. പരാതികൾ തന്നെങ്കിലും ആ പരാതികളൊന്നും വേണ്ട രീതിയിൽ പരിശോധിക്കാനോ പരിഹരിക്കാനോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് തയ്യാറായില്ല. വീണ്ടും അതിൽ വോട്ടർമാർ ചേർക്കുന്ന പ്രക്രിയ ഇതേ ഉദ്യോഗസ്ഥന്മാർ അവർ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് CPMന്റെ ഓഫീസുകളിൽ ഇരുന്നു കൊണ്ടാണ് വോട്ടർ പട്ടിക തയ്യാറാക്കിയിട്ടുള്ളത് എന്നുള്ളത്. മായന്നൂർ റെയിൽവേ പാളത്തിൽ ഇരുമ്പ് ക്ലിപ്പുകൾ കണ്ടെത്തിയ സംഭവം ഗൗരവമായി കണ്ട് അന്വേഷണം നടത്തണമെന്നും ക്രമസമാധാനം തകർക്കാനുള്ള ശ്രമം നടത്തുന്നതിന്റെ ഭാഗമാണിതെന്നും വേണുഗോപാലൻ ഒറ്റപ്പാലത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. പാലത്തിൻ്റെയും ലക്കിടിയുടെയും ഇടയിലുള്ള റെയിൽവേ പാളത്തിൽ ക്ലിപ്പുകൾ വെച്ചിട്ടുള്ള സംഭവം. അപ്പോൾ ഞാൻ മാധ്യമങ്ങൾ വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ അഭിപ്രായം പറയുന്നത്. കാരണം പോലീസും RPFും ഇതിൻ്റെ അന്വേഷണം നടത്തി. അത് അത്ര ഗൗരവതരമായിട്ട് അവർ കാണുന്നില്ല. ഏതോ കുട്ടികൾ ചെയ്ത പോലെയാണ് കാണുന്നത്. പക്ഷേ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു,
2 വർഷം മുന്നേ കല്ലേറ് നടന്നുള്ള ഏകദേശം ആ പ്രദേശത്ത് തന്നെയാണ്, ട്രെയിനിന് നേരെ കല്ലേറ് നടന്നിട്ടുള്ള അതേ പ്രദേശത്ത് തന്നെ ക്ലിപ്പുകൾ വെച്ചിരിക്കുന്നത്. അപ്പം അത് ഗൗരവമായി കാണേണ്ടതാണ്. കാരണം ഒരു റെയിൽ പാളത്തിൽ ക്ലിപ്പുകൾ വെച്ചാൽ എന്നാണ് ആഭ്യന്തര വകുപ്പ് അത് ഗൗരവമായി കാണുക. ട്രെയിൻ പറഞ്ഞതിന് ശേഷം ഗൗരവമായി കണ്ടിട്ട് കാര്യമില്ല. ഇത് ഒരു അങ്ങോളം ഇങ്ങോളം ഉള്ള ട്രെയിനിൻ്റെയും അതേപോലെ തന്നെ നമ്മുടെ സംവിധാനത്തെ ക്രമസമാധാന നില തകർക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയുടെ ഭാഗമായിട്ട് ഇത് കാണേണ്ടിയിരിക്കുന്നു. നിസ്സാരവൽക്കരിക്കാൻ പാടില്ല. അതുകൊണ്ട് അതിന് ശരിയായുള്ള അന്വേഷണം, പൂർണ്ണമായ അന്വേഷണം അവിടെ അവസാനിപ്പിക്കരുത് എന്നാണ്. അവസാനിപ്പിച്ചോ എന്ന് അറിയില്ല, പക്ഷെ അവസാനിപ്പിക്കരുത് എന്നുള്ളതാണ്. ഈ ഭാഗത്ത് വ്യാപകമായി ഈ ദേശവിരുദ്ധ ശക്തികളുടെ പ്രവർത്തനങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. ഒരു കാലത്ത് നമ്മളുടെ ഒറ്റപ്പാലം ആളുകൾ വന്ന് ജോലി ചെയ്യാനും താമസിക്കാനും എല്ലാവർക്കും പറ്റിയ സമാധാന അന്തരീക്ഷമുണ്ടായിരുന്ന സ്ഥലത്ത് കഴിഞ്ഞ കുറച്ചു കാലമായി ആ സമാധാന അന്തരീക്ഷത്തിൻ്റെ മറവിൽ തന്നെ കോയമ്പത്തൂർ LK അഡ്വാൻജിയെ സ്ഫോടനത്തിൽ കൊല ചെയ്യാൻ വേണ്ടി ശ്രമിച്ച ആ സ്ഫോടന പരമ്പരയുടെ അന്നത്തെ പല പ്രതികളും ഒളിവിൽ താമസിച്ചിട്ടുള്ളതും അന്നൊക്കെ അത് മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളതാണ്. ആനമങ്ങാട് 2 ആൾക്ക് നേരെ തെരുവുനായയുടെ ആക്രമണം. പിതാവിനും മകനും നായയുടെ കടിയേറ്റു. പരിക്കേറ്റ ഇവർ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. ആനമങ്ങാട് പരിയാപുരം കൊളമ്പിൽ ഹംസയുടെ മകൻ ശിഹാബ് എന്നിവരെയാണ് തെരുവുനായ ആക്രമിച്ചത്. ആനമങ്ങാട്ട് ഇവരുടെ കടയ്ക്ക് മുന്നിൽ നിന്നാണ് തെരുവുനായയുടെ കടിയേറ്റത്. ശിഹാബിന്റെ മകൻ ആദമിന് നേരെ പാഞ്ഞെടുത്ത നായയെ തടയാൻ ശ്രമിച്ചപ്പോഴാണ് ശിഹാബിനും പിതാവ് ഹംസയ്ക്കും കടിയേറ്റത്. മകന്റെ കുട്ടിനെ കടിക്കാൻ വേണ്ടി നായ വന്നു. അപ്പം അതിനെ കുട്ടിനെ ഒഴിവാക്കിയപ്പോഴത്തിന് ചെക്കൻ്റെ അടുത്തേക്ക് മകൻ്റെ അടുത്തേക്ക് വന്നു. അതിൽ മകനെ കടിക്കുന്ന ഞാൻ നോക്കി, അപ്പത്തിന് എന്നെ കടിച്ചു നായ. നായ വലിയ ഞങ്ങൾ 10-12 നായ്ക്കളുടെ അങ്ങനെ ആശുപത്രിയിൽ പോയി സൂചിയൊക്കെ അടിച്ച് 3 സൂചിയും വെക്കണം എന്ന് പറഞ്ഞു. കുട്ടീനെ കടിക്കാൻ നായ വരുമായിരുന്നു. കുട്ടീനെ ഒഴിവാക്കിയിട്ട് ഞാൻ നായനെ ഒഴിവാക്കിയപ്പോൾ നായ കടിക്കാനും വന്നു. അപ്പം ഇനി പാനിമ്പാടെ നായ കടിച്ചു. അപ്പം എൻ്റെ വിരലിമീൻ കടിച്ചു. എൻ്റെ കാലിൻ്റെ മുട്ടിന് ചെറിയൊരു വർദ്ധനുണ്ടായി. എന്നിട്ട് ഗവൺമെൻറ് ആശുപത്രി പോയിട്ട് 4 ഇഞ്ചക്ഷൻ അടിക്കാണ്ട്. 26-ാം തീയതി ഉണ്ട്, 31-ാം തീയതി ഉണ്ട്, ഇത് അടുത്ത മാസം 22-ാം തീയതി. ഹംസയുടെ കൈവിരലിലും ശിഹാബിന്റെ കാലിലുമാണ് നായ കടിച്ചത്. പരിക്കേറ്റ ഇവർ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. പ്രദേശത്തെ തെരുവു നായ്ക്കളുടെ എണ്ണം പെരുകിയതായും ഇവ ഭീഷണിയാണെന്നും നാട്ടുകാർ പരാതിപ്പെട്ടു. ആളുകളുടെ ജീവന് ഭീഷണിയായ തെരുവു നായ്ക്കളെ പിടികൂടാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. രാവിലെ സ്കൂൾ പ്രശ്നങ്ങൾ അവിടെ നായ്ക്കൾ ഫുൾ ടൈം നമ്മൾ കടമയിൽ 5, 6, 7 നായ്ക്കളുണ്ട്. അപ്പുറത്തെ കടപ്പാട് ഫുള്ള് നായ്ക്കൾ ഫുൾ ടൈം നായ്ക്കളുണ്ട്. അപ്പോൾ അത് ആട് പറഞ്ഞ കാര്യമുള്ളത് തിരുമാലൊക്കെ തിരുമാലൊക്കെ തന്നെ വേണം. അത് സംഗതി കറപ്പങ്ങനെ, അതായത് ഫുൾ ടൈം അങ്ങനെ സംഗതി. ഞങ്ങൾ ഈ പ്രദേശത്തിലാണ് ഭയങ്കര തെരുവ് നായ്ക്കൊണ്ട് ഭയങ്കര ശല്യമാണ്. രാവിലെയും വൈകുന്നേരം അവിടെ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു നേരം ഭയങ്കര 10-20 നായ്ക്കളുടെ റോട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുട്ടികൾക്ക് രാവിലെ മദ്രസ പോകാനും സ്കൂളിൽ പോകാനും ഭയങ്കര ശല്യമാണ്. തീരുമാനമാക്കി നിർബന്ധമാണ്. പഞ്ചായത്തിൻ്റെ ആൾക്കാർക്ക് ശരിയാക്കാൻ നിർബന്ധ കാര്യമാണ്. കുട്ടികൾക്ക് പോകാൻ കഴിയില്ല. വലിയ ആളുകളെ കളിക്കണം, പിന്നെ കുട്ടിക്കാരൻ വേണോ, ഭയങ്കര പ്രശ്നമാണ്. കരുവാരക്കുണ്ട് വട്ടമലയിലെയും പറയൻമാട്ടിലെയും കൃഷിയിടത്തിൽ കാട്ടാനകൾ തമ്പടിച്ചതോടെ പൊറുതുമുട്ടി കർഷകർ. പറയൻമാട് ആദിവാസി ഉന്നതിക്ക് സമീപം 400ഓളം റബ്ബർ തൈകളാണ് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത്. രാപ്പകൽ ഭേദമില്ലാതെയാണ് കാട്ടാനകൾ കൃഷിയിടങ്ങളിൽ എത്തുന്നത്. 3 മാസം മുൻപ് സൈലന്റ് വാലി വനമേഖലയിൽ നിന്ന് വട്ടമല വഴി എത്തിയ 7 കാട്ടാനകൾ പറയൻമാട്ടിൽ തമ്പടിച്ചിരിക്കുകയാണ്. ആദിവാസി ഉന്നതിയിലെ ആളുകൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുന്ന ഇവയെ തുരത്താൻ വനം വകുപ്പ് നടപടി സ്വീകരിക്കുന്നില്ല എന്ന ആക്ഷേപവും ശക്തമാണ്. കഴിഞ്ഞ ദിവസം മറ്റത്തൂർ ഹംസയുടെ 600 റബ്ബർ തൈകളിൽ 400-ൽ പരം തൈകളും കാട്ടാനകൾ നശിപ്പിച്ചു. കൂടാതെ തോരക്കാടൻ യൂസഫിന്റെ റാട്ടപ്പുര 3 തവണയാണ് ആനകൾ തകർത്തത്. സോട്ടറിനായി യൂസഫ് റബ്ബർ തോട്ടമെടുത്തെങ്കിലും കാട്ടാനശല്യം മൂലം ടാപ്പിങ്ങിന് ആളെ കിട്ടാനില്ല. ഇതോടെ ടാപ്പിംഗ് നടത്തുന്നതും ഷീറ്റടിക്കുന്നതുമെല്ലാം യൂസഫ് തന്നെയാണ്. ശല്യം നല്ലതുണ്ട്. ടാപ്പിംഗ് ചെയ്യാൻ പകൽ പോലും കഴിയുന്നില്ല, പണിക്കാരെ കിട്ടുന്നില്ല. പണിക്കാരെ കിട്ടാത്തതുകൊണ്ട് നമ്മൾ തന്നെ ചെയ്യാണ്. ഇപ്പോൾ ഈ തോട്ടത്തിൽ 10-500 തൈയോളം വെച്ചതാണ്. അതിൽ ഏകദേശം 3/4 ഭാഗം തൈ പോയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ റാട്ടപ്പോൾ ഇപ്രാവശ്യം 3 പ്രാവശ്യം നേരാക്കി. പിന്നെ വെട്ടെടുത്ത മരത്തിൻ്റെ ഒക്കെ തോല് പൊളിക്കുക, ഇങ്ങനെ പല പ്രശ്നങ്ങളും. പിന്നെ ഈ
പരിസരത്ത് തന്നെ ആളുകൾ ആരും പ്ലാസ്റ്റിക് ഇട്ടിട്ടില്ല, വട്ടം വരുന്നില്ല. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകൾ. രാത്രി നല്ല പകൽ പോലും പണിയെടുക്കാൻ കഴിയാത്തൊരു ബുദ്ധിമുട്ടാണ്. പണിക്കാരനെ കിട്ടുന്നില്ല. ആദ്യമൊക്കെ രാത്രിയിൽ മാത്രം മൂനാടി ചുള്ളിയോട് മേഖലയിൽ എത്തിയിരുന്ന ആനക്കൂട്ടം ഇപ്പോൾ പകൽ സമയത്തും ജനവാസ മേഖലയിൽ സജീവമാണ്. കൽക്കുണ്ട് ആർത്തല ഉന്നതിയിൽ കാട്ടാനകൾ സൗരോർജ്ജവേലി തകർക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കരുവാരകുണ്ട്. മണ്ണാർക്കാട് നജാത്ത് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ സീനിയർ വിദ്യാർത്ഥികളുടെ ഗ്യാങ് ആക്രമണം. പരിക്കേറ്റ ജൂനിയർ വിദ്യാർത്ഥി ആശുപത്രിയിൽ. റാഗിംഗ് എന്ന പരാതി. മണ്ണാർക്കാട് പോലീസ് കേസെടുത്തു. കൈ കൊണ്ട് അടിച്ചു. പിന്നെ ചെവിയൊക്കെ ആകെ മൂളിയിട്ട് ഞാൻ നിന്നു. പിന്നെ രണ്ടാമത് ഒരുത്തം വന്ന് കഴുത്തിന് പിടിച്ചിട്ട് ഇങ്ങനെ തള്ളിയപ്പോൾ ഗേറ്റിൽ തലയടിച്ചു. അതിന് വേദന എടുത്ത് ആരെങ്ങനെ കുടിഞ്ഞപ്പോൾ അവർ പിന്നെ വേറെ എന്തൊക്കെയോ സാധനങ്ങൾ വെച്ച് അടിച്ചു. അപ്പോൾ പെട്ടെന്ന് ഞാൻ കുഞ്ഞോട് കണ്ടില്ല. എനിക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്നു. ചാവി കാലിൽ എന്തൊക്കെ വെച്ചിട്ട്. അപ്പോൾ പിന്നെ അവരെന്നെ അറിയുന്നവരെന്നെ വിളിച്ചു മാറ്റി അവനെ ഒഴിവാക്കി വീട് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ അവർ വേണ്ടാവും ബട്ടൺ ഇട്ടിട്ട് പോയാൽ മതി പറഞ്ഞ് പിന്നെയും പുറകുന്ന ഇങ്ങനെ കോളറിൽ പിടിച്ച് വലിച്ച് അതിൻ്റെ ഉള്ളിൽ അങ്ങനെ കൂട്ടം കൂടി മർദ്ദിക്കുന്നത്. ഇതുപോലെ അവർ ഇടക്കിടക്ക് ബട്ടൺ ഇടാതെ കഴിഞ്ഞാൽ ടോയ്ലറ്റ് കൊണ്ടുപോയിട്ട് അടിച്ച് ബട്ടൺ ഇടിപ്പിക്കും, അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷേ പിന്നെ ഇതുപോലെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ഫസ്റ്റ് ചെന്ന പേടിയിൽ ഞാൻ ബട്ടൺ ഇട്ടു. പിന്നെ ഇവർ തന്നെ ബട്ടൺ ഇടാൻ പറഞ്ഞ് കൊണ്ടുപോയി അടിക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് എല്ലാവർക്കും ഇതേപോലെ അനുഭവം ഉണ്ട്. അവർക്കൊക്കെ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പിന്നെ എന്തെങ്കിലും ചെയ്യുമെന്നുള്ള പേടി കൊണ്ട് ആരും അങ്ങനെ പറയാതെ നടക്കലാണ്. അവർ പറഞ്ഞത് ഇവിടെ വരുമ്പോൾ ഞങ്ങൾ പറഞ്ഞത് കേട്ട് നടക്കണം, ഇല്ലെങ്കിൽ ഇങ്ങോട്ട് വരരുത്, അങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത്. കോളേജിൽ വരുമ്പോൾ ഇവിടെ ഞങ്ങൾ പറയുമ്പോൾ അത് കേട്ട് നടക്കാൻ പറ്റുകയാണെങ്കിൽ വന്നാൽ മതി. നെല്ലിപ്പുഴ നജാത്ത് കോളേജ് 2ാം വർഷ BBA വിദ്യാർത്ഥി ഇരുമ്പകച്ചോല സ്വദേശി മുഹമ്മദ് മിൻഹാജിനാണ് ആക്രമണത്തിൽ പരിക്കേറ്റത്. ബുധനാഴ്ച വൈകിട്ടാണ് സംഭവം. കോളേജ് കഴിഞ്ഞു പോകുന്നതിനിടെ 3ാം വർഷ വിദ്യാർത്ഥികളുടെ ഗ്യാങ്ങായ അരാത്തൻസാണ് ആക്രമിച്ചതെന്ന് മിൻഹാജ് പറഞ്ഞു. ഷർട്ടിന്റെ ബട്ടൺസ് ഇട്ടില്ലെന്ന് പറഞ്ഞായിരുന്നു മർദ്ദനം. സംഘം ചേർന്ന് മർദ്ദിക്കുന്നതിനിടെ കല്ലും താക്കോലും ഉപയോഗിച്ച് ആക്രമിക്കുകയും തല ഗേറ്റിൽ പിടിച്ച് ഇടിക്കുകയും ചെയ്തു. സുഹൃത്തിനൊപ്പം ബൈക്കിൽ ആശുപത്രിയിലേക്ക് പോകുന്നതിനിടെ ഗ്യാങ് മിൻഹാജിനെ വീണ്ടും തടഞ്ഞു നിർത്തി. മിൻഹാജിന്റെ പിതാവ് വരുന്നുണ്ടെന്ന് അറിഞ്ഞാണ് വിട്ടത്. താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയ മിൻഹാജിനെ സ്കാനിങ്ങിന് വിധേയനാക്കാൻ വട്ടമ്പലം മദർ കെയർ ആശുപത്രിയിലേക്ക് മാറ്റി. ഞാൻ കോളേജ് കഴിഞ്ഞ് കയറി വരുന്നു. ഞങ്ങൾ 4-5 പേരുണ്ടായിരുന്നു. ഞങ്ങൾ കയറി വരുന്ന ഇടയിൽ എന്നെ മാത്രം വിളിച്ചു. അവർ ഗ്യാങ്ങായിട്ട് നിൽക്കായിരുന്നു കോളേജിൻ്റെ ഗേറ്റിൻ്റെ അവിടെ. അപ്പോൾ ഷർട്ടിൻ്റെ ബട്ടൺസ് ഇടാൻ പറഞ്ഞു. പറഞ്ഞതിന് ശേഷം പിന്നെ ഓരോക്കെ പാടെ വന്നിട്ട് കൂട്ടം കൂടിയിട്ട് അടിക്കായിരുന്നു. ഭയങ്കര മോശമായ രീതിയിലൊക്കെ തെറി പറഞ്ഞിട്ടും ഓക്കെ അത് മാറി അടിക്കായിരുന്നു. അതിൽ ഗ്യാങ്ങിൽ എന്നെ അറിയുന്ന ഒരാളുണ്ട്. അവർ ഒഴിവാക്കി പറഞ്ഞിട്ട് മാറ്റി കൊണ്ടുപോയാലും ഇല്ലവും ബട്ടൺ ഇട്ടിട്ട് പോയാൽ മതി പറഞ്ഞാൽ അവർ പിന്നെയും വലിച്ച് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ടിട്ട് അടിക്കുന്നത് സാർമാർ കണ്ടപ്പോൾ സാർമാർ കയറി വരുന്നുണ്ടപ്പോൾ ഒരു എന്നെ പിന്നെ അടുത്തോളം പറഞ്ഞിട്ട് അങ്ങനെ തള്ളി വിട്ടിട്ട് അവർ മാറിപ്പോയി. അപ്പോൾ എനിക്ക് തലയിറങ്ങിയപ്പോൾ സാർമാർ ഓഫീസിൽ കൊണ്ടുപോയില്ലേ. എന്നിട്ട് ഓഫീസിൽ കൊണ്ടുപോയിട്ട് ഓഫീസിൽ നിന്ന് അപ്പോൾ എനിക്ക് തലയിറങ്ങിയപ്പോൾ ഫ്രണ്ട്സ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ബൈക്ക് എടുത്ത് വന്നു. അങ്ങനെ ബൈക്ക് എടുത്ത് ഹോസ്പിറ്റലിൽ പോകുന്ന വഴി ഒരു പിന്നെയും ഫ്രണ്ടിലൊക്കെ പാടെ വളഞ്ഞ് നിന്നിട്ട് അവിടുന്ന് കോംപ്രമൈസ് ആക്കാൻ വേണ്ടിയിട്ട് കോംപ്രമൈസ് ആക്കിയിട്ട് ഹോസ്പിറ്റലിൽ പോയാൽ മതി, എന്താ കേസൊന്നും കൊടുക്കരുത്. അതിൻ്റെ മുന്നോല് പറഞ്ഞിരുന്ന കേസ് കൊടുത്താൽ ഞങ്ങൾക്ക് മുടിയാണ്, കേസ് കൊടുക്കുന്നുള്ള ധൈര്യത്തിൽ അങ്ങനെ നിൽക്കണ്ട, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കഴുത്തിനൊക്കെ പിടിച്ച് കുറേ അതിൻ്റെ ഉള്ളിൽ തല്ലൊക്കെ ചെയ്തു. അങ്ങനെ പിന്നെ അവസാനം പിന്നെ വാപ്പ വിളിച്ചു, എന്താ ഹോസ്പിറ്റലിലേക്ക് എത്തി വെച്ചിട്ട് വിളിച്ചു. ഞാൻ അവർ തടഞ്ഞിട്ട് വെച്ചിട്ടാണ് വിടണില്ല പറഞ്ഞപ്പോൾ പിന്നെ ഒരു എന്താ പോലെ വാപ്പ അവർ വരുന്നുണ്ട് തോന്നുന്നു വിട്ടു പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഹോസ്പിറ്റലിലേക്ക് വിടരുത്. അങ്ങനെ പിന്നെ ഹോസ്പിറ്റലിലേക്ക് വാപ്പയിട്ട് എത്തി. അങ്ങനെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് പിന്നെ CT സ്കാനിങ് എടുക്കാൻ അവിടെ ഇല്ലാത്തതുകൊണ്ട് മദർ കെയർക്ക് റെഫർ ചെയ്തത്. അങ്ങനെ അവിടെ വന്നപ്പോൾ സ്കാനിങ് ഒക്കെ എടുത്തു. ഡോക്ടർ എന്നിട്ട് ഒബ്സർവേഷനിൽ ഒരു ദിവസം ഇരുന്നിട്ട് പോയാൽ മതി എന്നിട്ട് അങ്ങനെ അഡ്മിറ്റ് ചെയ്തു. മിൻഹാജിനെ മർദ്ദിച്ച സംഭവത്തിൽ 3 സീനിയർ വിദ്യാർത്ഥികളെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തതായി കോളേജ് അധികൃതർ അറിയിച്ചു. അന്വേഷണത്തിൽ കൂടുതൽ പേരുണ്ടെങ്കിൽ അവർക്കെതിരെയും നടപടി ഉണ്ടാകുമെന്നും അധികൃതർ അറിയിച്ചു. ഇടവേള. മറ്റു വാർത്തകൾ. മങ്കര മാങ്കുറിശ്ശിയിൽ വാഹന പരിശോധനയ്ക്കിടെ മോഷണ മുതലുമായി യുവാവ് പിടിയിൽ. നിരവധി കേസുകളിൽ പ്രതിയായ മലപ്പുറം തിരൂരങ്ങാടി സ്വദേശി അബ്ദുൾ റസാഖിനെയാണ് മങ്കര പോലീസ് അറസ്റ്റ് ചെയ്തത്. പത്തിരിപ്പാല ഹോട്ടലിൽ മോഷണം നടത്തിയതും ഇയാളാണെന്ന് പോലീസ് അറിയിച്ചു. വ്യാഴാഴ്ച മങ്കര പോലീസിന്റെ നേതൃത്വത്തിലുള്ള സംഘം മാങ്കുറിശ്ശിയിൽ വാഹന പരിശോധന നടത്തുന്നതിനിടയിലാണ് യുവാവ് പിടിയിലായത്. സംശയാസ്പദമായി പോലീസിനെ കണ്ട് ഭയന്നോടിയ ഇയാളെ സാഹസികമായാണ് പോലീസ് പിടികൂടിയത്. മലപ്പുറം തിരൂരങ്ങാടി സ്വദേശി 36-കാരനായ അബ്ദുൾ ഖാദറിനെയാണ് മങ്കര പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ കയ്യിൽ ഉണ്ടായിരുന്ന ബാഗ് പരിശോധിച്ചപ്പോൾ കവർച്ചയ്ക്ക് ഉപയോഗിക്കുന്ന കമ്പിപ്പാര, സ്ക്രൂ ഡ്രൈവർ, നാടകൾ തുടങ്ങിയവ കണ്ടെത്തി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പത്തിരിപ്പാലയിലെ ഹോട്ടലിൽ നിന്നും 6500 രൂപയോളം മോഷ്ടിച്ചതും ഇയാളാണെന്ന് കണ്ടെത്തുകയായിരുന്നു.
അബ്ദുൾ ഖാദറിനെതിരെ വിവിധ ജില്ലകളിലായി കേസുകൾ ഉണ്ടെന്നും പോലീസ് അറിയിച്ചു. മങ്കര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ എ പ്രതാപ്, സബ് ഇൻസ്പെക്ടർ സുൽഫിക്കർ, SI സത്യനാരായണൻ, CPOമാരായ ശ്രീകൃഷ്ണകുമാർ, അജീഷ് തുടങ്ങിയവർ അടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. അങ്ങാടിപ്പുറം ചെരക്കാപ്പറമ്പിൽ അയൽപ്പക്കത്തെ ബന്ധുവീട്ടിൽ നിന്ന് സ്വർണ്ണാഭരണം മോഷ്ടിച്ച കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചെരക്കാപ്പറമ്പ് ചാലിയത്തൊടി ശ്രീജിത്തിനെയാണ് അറസ്റ്റ് ചെയ്തത്. തിരുവനന്തപുരം പോലീസ് സ്റ്റേഷനിലെ മറ്റൊരു സ്വർണ്ണാഭരണ മോഷണ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തതോടെയാണ് ചെരക്കാപ്പറമ്പ് മോഷണ കേസിന് തുമ്പുണ്ടായത്. അങ്ങാടിപ്പുറം ചെരക്കാപ്പറമ്പിലെ അയൽപ്പക്കത്തുള്ള വിജയകുമാരിയുടെ വീട്ടിൽ നിന്ന് 3.5 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാല മോഷ്ടിച്ച കേസിലാണ് ശ്രീജിത്ത് അറസ്റ്റിലായത്. 2023 സെപ്റ്റംബർ 21 മാല മോഷ്ടിച്ചത്. തിരുവനന്തപുരം റെയിൽവേ പോലീസ് സ്റ്റേഷനിലെ മറ്റൊരു സ്വർണ്ണാഭരണ മോഷണ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പ്രതിയെ ചോദ്യം ചെയ്തതോടെയാണ് ചെരക്കാപ്പറമ്പിലെ മോഷണ കേസിനും തുമ്പായത്. തിരുവനന്തപുരത്ത് പ്രതി മോഷ്ടിച്ച സ്വർണ്ണ കൊലുസിനൊപ്പം രഹസ്യമായി സൂക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ സ്വർണ്ണമാലയുടെ ഭാഗം പോലീസിന് ചെരക്കാപ്പറമ്പിലെ മോഷണ കേസിലേക്ക് സൂചന നൽകുകയായിരുന്നു. തിരുവനന്തപുരത്തെ മോഷണ കേസിൽ ജില്ലാ ജയിലിൽ റിമാൻഡിലായിരുന്ന സമയത്ത് പെരിന്തൽമണ്ണ പോലീസ് ഫോർമൽ അറസ്റ്റിന് കോടതി മുമ്പാകെ അപേക്ഷ നൽകിയിരുന്നു. എന്നാൽ റിമാൻഡ് കാലാവധി കഴിഞ്ഞ് പ്രതി പുറത്തിറങ്ങിയതോടെ തിരുവനന്തപുരത്തെ ഭാര്യ വീട്ടിൽ നിന്ന് പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. മോഷ്ടിച്ച മാലയുടെ ഒരു ഭാഗം പ്രതി അങ്ങാടിപ്പുറത്തെ ജ്വല്ലറിയിൽ വിൽപ്പന നടത്തിയതായി പോലീസ് പറഞ്ഞു. മാലയുടെ അവശേഷിച്ച ഭാഗം പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. പെരിന്തൽമണ്ണ CI സുമേഷ് സുധാകരൻ, SI PP ശ്രീനിവാസൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് കേസ് അന്വേഷിച്ചത്. പിതൃമോക്ഷം തേടി ആയിരങ്ങൾ കർക്കിടക വാവ് ബലിയിട്ടു. ഭാരതപ്പുഴയിലെയും തൂതപ്പുഴയിലെയും പ്രധാന സ്നാനഘട്ടങ്ങളിലെല്ലാം പുലർച്ചെ മുതൽ വലിയ തിരക്കാണ് ബലിതർപ്പണത്തിന് അനുഭവപ്പെട്ടത്. പിതൃമോക്ഷം തേടി ആയിരങ്ങളാണ് കർക്കിടക വാവ് ബലിതർപ്പണം നടത്തിയത്. പിതൃപ്രീതിക്കായി ബലിതർപ്പണം നടത്താനുള്ള ഉത്തമ ദിവസമാണ് കർക്കിടക മാസത്തിലെ കറുത്ത വാവ് എന്നാണ് വിശ്വാസം. ദക്ഷിണായനത്തിലെ ആദ്യ അമാവാസിയാണ് കർക്കിടക വാവ്. ഭൂമിയിലെ ഒരു വർഷം പിതൃക്കൾക്ക് ഒരു ദിവസമാണ് എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും കർക്കിടക വാവ് ദിവസം ബലിതർപ്പണം നടത്തിയാൽ അത് പിതൃക്കൾക്ക് നിത്യവും ബലിതർപ്പണം നടത്തുന്നതിന് തുല്യമാണെന്ന് വിശ്വാസികൾ കരുതുന്നു. ഭാരതപ്പുഴയിലെയും തൂതപ്പുഴയിലെയും പ്രധാന സ്നാനഘട്ടങ്ങളിലെല്ലാം വലിയ തിരക്കാണ് പുലർച്ചെ മുതൽ പിതൃതർപ്പണത്തിന് അനുഭവപ്പെട്ടത്. ഭാരതപ്പുഴയോരത്തെ പ്രധാന സ്നാനഘട്ടങ്ങളായ തിരുവില്ലാമല ഐവർമഠം, തിരുമറ്റക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രം, തൃത്താല യജ്ഞേശ്വരം ക്ഷേത്രം, ഷൊർണൂർ നിളാതീരം, തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രം എന്നിവിടങ്ങളിലും തൂതപ്പുഴയിലെ കരിമ്പുഴ ശ്രീരാമസ്വാമി ക്ഷേത്രം, കാർൽമണ്ണ കാളിക്കടവ്, തൂത ക്ഷേത്രം എന്നിവിടങ്ങളിലും വലിയ തിരക്കാണ് ബലിതർപ്പണത്തിന് അനുഭവപ്പെട്ടത്. തലേന്ന് വ്രതമെടുത്ത് കുളിച്ച് ഇരണണിഞ്ഞ് മൺമറഞ്ഞു പോയ പിതൃക്കളെ മനസ്സിൽ സങ്കല്പിച്ച് ഭക്തിപുരസരമാണ് ബലിയിടൽ ചടങ്ങ് നടന്നത്. ഭക്തർക്ക് വേണ്ട ക്രമീകരണങ്ങളെല്ലാം നേരത്തെ തന്നെ ഇവിടങ്ങളിൽ ഒരുക്കിയിരുന്നു. കുന്തിപ്പുഴയുടെ തീരത്തുള്ള കരിമ്പുഴ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ വാവു ബലിതർപ്പണത്തിന് വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. ബലിതർപ്പണം പുലർച്ചെ 3:30 തുടങ്ങി. 4000-ഓളം പേർ ഇവിടെ ബലിതർപ്പണം നടത്തി. ഒരേ സമയം 300-ഓളം പേർക്ക് ബലിതർപ്പണം നടത്താനുള്ള സൗകര്യം കരിമ്പുഴ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ഒരുക്കിയിരുന്നു. അഖിൽ നമ്പീശൻ, ആദിത്യൻ നമ്പീശൻ, കൃഷ്ണപ്രസാദ് നമ്പീശൻ എന്നിവരുടെ കാർമ്മികത്വത്തിലായിരുന്നു ബലിതർപ്പണ ചടങ്ങുകൾ. ജനങ്ങൾക്ക് സുഗമമായി ബലിതർപ്പണം നടത്താൻ വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കുവാൻ സാധിച്ചതായി കാർമ്മികത്വം വഹിച്ച അഖിൽ നമ്പീശൻ പറഞ്ഞു. എല്ലാ വർഷത്തെയും പോലെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ഈ വർഷവും നിരവധി ഭക്തരാണ് അന്ന് വെളിയിടാൻ വന്നിട്ടുള്ളത്. എല്ലാ സൗകര്യങ്ങളും ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. അതായത് പോലീസ്, അതേമാതിരി ട്രോമാ കെയർ വളണ്ടിയേഴ്സ്, ജനങ്ങളായിട്ടുള്ള ആൾക്കാർ, പിന്നെ നമ്മള് ഈ കർമ്മത്തിന് വേണ്ടിയിട്ട് നമുക്ക് 2-3 കർമ്മിമാരുണ്ടായിരുന്നു. കൃത്യമായിട്ട് 3 മണിക്ക് ഒരു 4000 കർമ്മങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഈ നേരമാകുമ്പോൾ തന്നെ ഒരുവിധം അംഗമായിട്ട് തന്നെയാണ് നടന്നു പോകുന്നത്. പുഴയിൽ വെള്ളം കൂടിയതിനാൽ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിരുന്നു. പോലീസ്, മെഡിക്കൽ, ആംബുലൻസ്, ട്രോമാ കെയർ യൂണിറ്റ്, അഗ്നിശമന സേന തുടങ്ങിയ സേവനങ്ങൾ സ്ഥലത്തുണ്ടായിരുന്നു. രാവിലെ ക്ഷേത്രത്തിൽ ആനയൂട്ടും വിശേഷാൽ പൂജകളും ഉണ്ടായി.
പിതൃപുണ്യം തേടി മണ്ണാർക്കാട് പയ്യനടം ഏനാനിമംഗലം ക്ഷേത്രത്തിൽ നൂറുകണക്കിന് പേർ ബലിതർപ്പണത്തിന് എത്തി. കുന്തിപ്പുഴയുടെ തീരത്തെ ക്ഷേത്രക്കടവിലാണ് ബലിതർപ്പണം ഒരുക്കിയിരുന്നത്. പിതൃക്കളുടെ ആത്മാവിന്റെ മോക്ഷത്തിനായി പുലർച്ചെ 4 മണിക്ക് മുമ്പ് തന്നെ വിശ്വാസികൾ എത്തിയിരുന്നു. തിലഹോമം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾക്ക് പ്രത്യേകം സൗകര്യമാണ് ഒരുക്കിയിരുന്നത്. നമ്മെ നാമാക്കിയ പിതൃക്കളുടെ ആത്മശാന്തിക്കും ലോകത്തെ എല്ലാവരുടെയും നന്മയ്ക്കും വേണ്ടിയാണ് ബലിതർപ്പണം നടത്തുന്നതെന്ന് കാർമ്മികത്വം വഹിച്ച പ്രകാശൻ പുല്ലിശ്ശേരി പറഞ്ഞു. ഭാരതീയ സംസ്കാരപ്രകാരം നമ്മെ നാമാക്കിയ, നമുക്ക് വേണ്ടി ജനിച്ച് മരിച്ചുപോയ നമ്മുടെ പിതൃക്കൾക്കുള്ള ആ സ്മരണാർത്ഥം വേണ്ടി ചെയ്യുന്നതാണ് പ്രാരംഭ ശ്രാദ്ധം. കർക്കിടക വിവാഹപൂരി എന്ന് പറയും. ഇന്ന് ഏനാനിമംഗലം ശിവക്ഷേത്ര സന്നിധിയിൽ വളരെ ഭക്തിയാദപൂർവ്വം അവരുടെ പിതൃപരമ്പരയുടെ അനുഗ്രഹത്തിനായിട്ട് ഭക്തജനങ്ങളിൽ കർമ്മത്തിൽ ചെയ്യുകയാണ്, അനുഷ്ഠിക്കുകയാണ്. നമ്മുടെ പൂർവികരായിട്ടുള്ള പിതൃദൈവത്തിൻ്റെ അനുഗ്രഹത്തിന്, നമ്മുടെ സന്തതി പരമ്പരയുടെ അനുഗ്രഹത്തിന് വേണ്ടി വിശിഷ്ടമായ കർമ്മത്തെ എല്ലാവരും വളരെ ഭക്തിയോടുകൂടി ആചരിക്കുന്നു. ആ സംസ്കാരത്തെ ലോകത്തെ മുഴുവൻ നന്മയ്ക്കായിട്ട്, ലോകത്തെ മുഴുവൻ സമസ്ത ജീവിതങ്ങൾക്ക് നന്മയ്ക്കായിക്കൊണ്ട് നമ്മുടെ പരമ്പരകൾ നമുക്ക് വേണ്ടി പറഞ്ഞു തന്നിട്ടുള്ള മഹത്തായ കർമ്മം എല്ലാവർക്കും അനുഗ്രഹത്തിൽ ചെയ്തിട്ട് എല്ലാവർക്കും സുഖം പകർത്തും. വർഷങ്ങളായി ഏനാനിമംഗലത്ത് ബലിതർപ്പണത്തിനുള്ള സൗകര്യം ഒരുക്കുന്നുണ്ട്. വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ളവർ ഇത്തവണയും ഏനാനിമംഗലത്തെത്തി ബലിതർപ്പണം നടത്തി. വിശ്വാസികൾക്ക് സഹായത്തിനായി സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരുടെ സേവനവും ഒരുക്കിയിരുന്നു. CPI പാലക്കാട് ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത സുമലത മോഹൻദാസ് കൊപ്പത്തെ EP സ്മൃതി മണ്ഡപത്തിലെത്തി പുഷ്പാർച്ചന നടത്തി. സെക്രട്ടറി ആയതിനു ശേഷമുള്ള ആദ്യ പരിപാടിയായിരുന്നു ഇതെന്ന് സുമലത മോഹൻദാസ് പ്രതികരിച്ചു. CPI ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത സുമലത മോഹൻദാസ് കൊപ്പം മണ്ണേങ്കോടുള്ള EP ഗോപാലൻ്റെ സ്മൃതി മണ്ഡപത്തിലെത്തി പുഷ്പാർച്ചന നടത്തി. ജില്ലയിലെ മൺമറഞ്ഞു പോയ നേതാക്കളുടെ സ്മൃതി മണ്ഡപത്തിൽ സന്ദർശനം നടത്തുന്നതിൻ്റെ ഭാഗമായാണ് കൊപ്പത്ത് എത്തിയത്. പട്ടാമ്പി മണ്ഡലം നേതാക്കൾ ജില്ലാ സെക്രട്ടറിയെ സ്വീകരിച്ചു. സെക്രട്ടറി ആയതിനു ശേഷമുള്ള ആദ്യ പരിപാടിയാണിതെന്ന് അവർ പറഞ്ഞു. സെക്രട്ടറിയായിട്ട് ആദ്യത്തെ പരിപാടിയാണ് ജില്ലയിൽ. ഇന്ന് മൺമറഞ്ഞു പോയ സഖാക്കളെ ഓർത്തുകൊണ്ട് ഈ അവസരത്തിൽ നമ്മുടെ ജില്ലയുടെ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുകയാണ്. അവരുടെയൊക്കെ തന്നെ കരുത്തുറ്റ പ്രവർത്തനം നമ്മുടെ മുന്നോട്ട് പോക്കിന് ഒരു വലിയ പ്രചോദനമാകട്ടെ എന്നാണ് ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നത്. തീർച്ചയായും ഈ മൺമറഞ്ഞു പോയ സഖാക്കളുടെ സ്മൃതി കുടീരത്തിൽ നിന്ന് ഇന്ന് പാലക്കാട് ജില്ലയിൽ EP ഗോപാലിൻ്റെ ഉൾപ്പെടെ, അതുപോലെ തന്നെ മാധവേട്ടൻ്റെ സ്മൃതി കുടീരം, അതുപോലെ തന്നെ മണ്ണാർക്കാട് കൊന്നശ്ശേരിയുടെ സ്മൃതി കുടീരം, അതുപോലെ തന്നെ പാലക്കാട് മണ്ഡലത്തിലെ R ശങ്കറിൻ്റെ സ്മൃതി കുടീരം, ഇതൊക്കെ തന്നെ നമുക്ക് ഈ ജില്ലയിലെ ഈ പാർട്ടിയെ നയിച്ചവർ, ഈ പാർട്ടിയെ, ഈ പ്രസ്ഥാനത്തെ വളർത്തിയവർ, അവരെയൊക്കെ തന്നെ ഓർത്തുകൊണ്ടുള്ള ഒരു തുടക്കമാണ്, തുടക്കം കുറിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് പട്ടാമ്പി സംസ്ഥാന കമ്മിറ്റി അംഗം OK സേതുലവി, ജില്ലാ കൗൺസിൽ അംഗം മുഹമ്മദ് മൂസിൻ MLA, മണ്ഡലം സെക്രട്ടറി MN കരുണാകരൻ, EP ശങ്കരൻ, KC അബ്ദുൾ റഹ്മാൻ, പ്രൊഫസർ അരുണ, ചേക്കാമു തുടങ്ങിയവരും പങ്കെടുത്തു. ജില്ലയിൽ പാർട്ടിയെ മികച്ച നിലയിൽ നയിക്കാൻ പുതിയ ജില്ലാ സെക്രട്ടറി സുമലത മോഹൻദാസിനാകുമെന്ന് മുഹമ്മദ് മൂസിൻ MLA. കൊപ്പത്ത് EP സ്മൃതി മണ്ഡപത്തിൽ ജില്ലാ സെക്രട്ടറിക്കൊപ്പം പുഷ്പാർച്ചന നടത്താൻ എത്തിയതായിരുന്നു മുഹമ്മദ് മൂസിൻ MLA. നമ്മുടെ കേരളത്തിൽ ആദ്യത്തെ വനിതാ ജില്ലാ സെക്രട്ടറി പാലക്കാട് ജില്ലയിലാണ് സഖാവ് സുമലത മോഹൻദാസ്. പട്ടാമ്പിയിൽ നമുക്കറിയാം EP ഗോപാലൻ എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യ സമര സേനാനി എന്നുള്ള നിലയ്ക്ക് ആദ്യകാല കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകൻ. പാർട്ടി രൂപീകരണം മുതൽ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച വ്യക്തി എന്നുള്ള നിലക്ക്, അതോടൊപ്പം തന്നെ പട്ടാമ്പിയുടെ ആദ്യത്തെ MLAയും ഒരുപാട് വികസന പ്രവർത്തനത്തിന് തുടക്കം കുറിച്ച ആളുമാണ്. മലബാർ ഡിസ്ട്രിക്ട് ബോർഡ് അടക്കമുള്ള സ്ഥാനങ്ങൾ വഹിക്കുമ്പോൾ വലിയ രീതിയിലുള്ള മാറ്റം കൊണ്ടുവന്ന ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റാണ്. ആ കമ്മ്യൂണിസ്റ്റ് നേതാവ് സഖാവ് EP ഗോപാലൻ്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നാണ് നമ്മുടെ ജില്ലാ സെക്രട്ടറി പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് ഔദ്യോഗികമായിട്ടുള്ള തൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് എന്നറിഞ്ഞതിൽ നമുക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട്. വളരെ മികച്ച രീതിയിൽ പാലക്കാട് ജില്ലയിൽ പാർട്ടിയെ നയിക്കാൻ അവർക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമ്മളെല്ലാവരും പിന്തുണയായി കൂടെ ഉണ്ടാകും എന്ന കാര്യം കൂടി അറിയിക്കുക. CPI ശ്രീകൃഷ്ണൻ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതിയ ജില്ലാ സെക്രട്ടറി സുമലത മോഹൻദാസിന് സ്വീകരണം നൽകി. മുൻകാല നേതാവായ U മാധവന്റെ സ്മൃതി മണ്ഡപത്തിൽ അവർ പുഷ്പാർച്ചന നടത്തി. വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ നേടാൻ LDFനെ ശക്തിപ്പെടുത്തണം. ഇത് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്.
അഭിപ്രായ വ്യത്യാസങ്ങൾ ഒന്നും പാർട്ടിയെ ദുർബലപ്പെടുത്തുന്നില്ലെന്നും സുമലത മോഹൻദാസ് പറഞ്ഞു. തീർച്ചയായും ഇന്നലെ ഞങ്ങളെ വിട്ടുപിരിഞ്ഞ് അല്ലെങ്കിൽ നമ്മെ വിട്ടുപിരിഞ്ഞ നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ വിട്ടുപിരിഞ്ഞ സെക്രട്ടറി കാണിക്കിന്റെ നാട്ടിലെ സഭാഭവനത്തിന് വിശ്വാസത്തിന് അർപ്പിച്ചുകൊണ്ട് തുടക്കം കുറിച്ചു. തീർച്ചയായും നമ്മുടെ പാലക്കാട് ജില്ലയുടെ ഈ ഒരു പ്രവർത്തനത്തിന് ആ മൺമറഞ്ഞുപോയ മുഴുവൻ നേതാക്കളുടെയും സഖാക്കളുടെയും ആ പ്രവർത്തനം ഇന്നുള്ള മുന്നോട്ട് പോക്കിന് വലിയൊരു ആഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തായാലും അതിന് നമ്മുടെ കൂടിയ മുഴുവൻ സഖാക്കളുടെയും പിന്തുണയും കൂടി ആഗ്രഹിക്കുന്നു. ജില്ലാ കമ്മിറ്റി അംഗം KT രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മഹിളാ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം ജ്യോതി വാസൻ, മണ്ഡലം പ്രസിഡന്റ് ഉഷാകുമാരി, K വേണുഗോപാൽ, CPI മുൻ മണ്ഡലം സെക്രട്ടറി VP ജയപ്രകാശ്, K ചന്ദ്രശേഖരൻ, കരിമ്പുഴ ലോക്കൽ സെക്രട്ടറി കണ്ടയിൽ നാരായണൻ, ആലുംകുണ്ടിൽ രാധാകൃഷ്ണൻ, സതീശൻ, കിസാൻ സഭ മണ്ഡലം സെക്രട്ടറി രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പാലക്കാട് ജില്ലാ സഹോദയ സ്കൂൾ കോംപ്ലക്സ് CBSE വിദ്യാർത്ഥികളുടെ ശാസ്ത്രമേള ഇന്നോവിസ്റ്റ 2K25 ജൂലൈ 26 പാലപ്പുറം ലക്ഷ്മിനാരായണ വിദ്യാനികേതൻ സീനിയർ സെക്കൻഡറി സ്കൂളിൽ നടത്തും. കൽപ്പാക്കം ഭാബ അറ്റോമിക് റിസർച്ച് സെന്ററിലെ സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ ജയ മോഹൻദാസ് ശാസ്ത്രമേള ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 9:30 മത്സരങ്ങൾ ആരംഭിക്കും. വിദ്യാർത്ഥികളുടെ ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾക്കും സർഗാത്മകതയ്ക്കും വേദിയൊരുക്കുന്ന സഹോദയ കോംപ്ലക്സിന്റെ അക്കാദമിക് കലണ്ടറിലെ ഒരു സുപ്രധാന പരിപാടിയാണ് ശാസ്ത്രമേള. ജില്ലയിലെ 41 CBSE സ്കൂളുകളിൽ നിന്നായി 300-ൽ പരം വിദ്യാർത്ഥികൾ ഏകദിന ശാസ്ത്രമേളയിൽ പങ്കെടുക്കും. 3 വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുക. 6, 7, 8 ക്ലാസുകൾ, 9, 10 ക്ലാസുകൾ, 11, 12 ക്ലാസുകൾ എന്നീ 3 വിഭാഗങ്ങളിലാണ് മത്സരം. വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ നിശ്ചല മാതൃകകളും പ്രവർത്തന മാതൃകകളും ഓരോ വിഭാഗത്തിലും പ്രദർശനത്തിനുണ്ടാകും. കൽപ്പാക്കം ബാബ അറ്റോമിക് റിസർച്ച് സെന്ററിലെ സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ ജയ മോഹൻദാസ് ശാസ്ത്രമേള ഉദ്ഘാടനം ചെയ്യും. സമാപന സമ്മേളനം മുണ്ടൂർ ഇൻഡസ്ട്രിയൽ ആൻഡ് റൂറൽ ടെക്നിക്കൽ സെന്റർ വേസ്റ്റ് മാനേജ്മെന്റ് ഡിവിഷൻ മേധാവി ഡോക്ടർ PN ദാമോദരൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പാലക്കാട് ജില്ലാ സഹോദയ സ്കൂൾ കോംപ്ലക്സിന്റെ കീഴിൽ CBSE സ്കൂളുകളുടെ ശാസ്ത്രമേള മറ്റന്നാൾ ശനിയാഴ്ച 26 ജൂലൈ 2025 പാലപ്പുറം ലക്ഷ്മിനാരായണ വിദ്യാനികേതൻ സ്കൂളിൽ വെച്ച് അരങ്ങേറുന്നു. 41 സ്കൂളിൽ നിന്നായി 300ഓളം വിദ്യാർത്ഥികൾ ഈ ശാസ്ത്രമേളയിൽ മത്സരങ്ങളിൽ പങ്കെടുക്കേണ്ട വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ സ്റ്റിൽ മോഡൽ നിശ്ചല മാതൃകയും അതുപോലെ വർക്കിംഗ് മോഡൽ പ്രവർത്തന മാതൃകകളുമാണ് 3 കാറ്റഗറികളിലായിട്ട് 6, 7, 8 ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ കാറ്റഗറി 1, 9, 10 ക്ലാസ്സുകളിലെ കുട്ടികളുടെ കാറ്റഗറി 2, 11, 12 ക്ലാസ്സിലെ കുട്ടികളുടെ കാറ്റഗറി 3 അങ്ങനെ 3 വിഭാഗങ്ങളായിട്ടുള്ള മത്സരങ്ങളാണ് നടക്കുന്നത്. വിജയികൾക്ക് സമ്മാനങ്ങളും ട്രോഫികളും വിതരണം ചെയ്യും. ലക്ഷ്മിനാരായണ വിദ്യാനികേതൻ പ്രിൻസിപ്പൽ N പ്രദീപ്, മാനേജർ KR സന്ദീപ് നാരായണൻ, കാർമൽ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ പോൾ തെക്കിനിയത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഒരു ചെറിയ ഇടവേള കൂടി. കൂടുതൽ വാർത്തകൾ നോക്കാം. കുമരമ്പത്തൂർ കുളർമുണ്ട പള്ളി റോഡ് നവീകരണം എവിടെയും എത്തിയില്ല. നടക്കാൻ വഴിയില്ലാതെ പ്രദേശവാസികൾ. പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും തുക അനുവദിച്ചെന്ന് പറയുന്നുണ്ടെങ്കിലും റോഡിലേക്ക് എത്തിയിട്ടില്ലെന്ന് നാട്ടുകാർ. റോഡിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ വേണ്ടിയാണ് കോൺക്രീറ്റ് ചെയ്ത റോഡ് പൊളിച്ചത്. വെള്ളം ഒഴുകിപ്പോകാൻ സ്ലാബ് സ്ഥാപിച്ച് വഴിയൊരുക്കാമെന്ന ഉറപ്പും നൽകിയിരുന്നു. കുമരമ്പത്തൂർ പഞ്ചായത്ത് 3 ലക്ഷവും ബ്ലോക്ക് പഞ്ചായത്ത് 8 ലക്ഷവും അനുവദിച്ചെന്ന് അധികൃതർ അറിയിച്ചെങ്കിലും റോഡ് നന്നാക്കിയില്ല. മഴക്കാലമായതോടെ നടക്കാൻ പോലും നിർവാഹമില്ലാത്ത സ്ഥിതിയാണ്. രോഗികളെ വളരെ പ്രയാസപ്പെട്ടാണ് ഇതിലൂടെ കൊണ്ടുപോകുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് അനുവദിച്ച ഫണ്ട് ഉപയോഗിക്കാൻ ആവശ്യമായ വീതി റോഡിനില്ലെന്നാണ് അധികൃതർ ഇപ്പോൾ പറയുന്നത്. പിന്നെ എന്തിനു റോഡ് പൊളിച്ചുവെന്നും നാട്ടുകാർ ചോദിക്കുന്നു. യാത്രാ ദുരിതം അനുഭവിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായെന്നും ഇതിന് പരിഹാരം കാണണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ഇവിടെ ഒരു റോഡിൽ പഞ്ചായത്തിൽ നിന്ന് കോൺക്രീറ്റ് ചെയ്തിട്ട് വെള്ളം നിന്ന് മറിഞ്ഞിട്ട് PW റോഡിൻ്റെ വെള്ളം നിന്ന് മറിഞ്ഞിട്ട് ആണ് ഇങ്ങനെ ഇവിടെ നാശമായത്. എൻ്റെ വീട്ടിലേക്കൊന്നും വെള്ളം കയറി മാവിൽ കൂടിയൊക്കെ വെള്ളം കയറിയിട്ട് ആൾക്കാരെ കൂടി പഞ്ചായത്തിന് ആൾക്കാരൊക്കെ വന്നിട്ടാണ് ഇത് പൊട്ടിച്ചു വിട്ടത്. അപ്പോൾ അതുകൊണ്ട് പോലും ഇങ്ങനെ ശരിയാക്കി തരാം എന്നു പറഞ്ഞതാണ്. പിന്നെ ബ്ലോക്കിൽ നിന്ന് 8 ലക്ഷം ഉറുപ്പിക ഉണ്ടെന്ന് പറഞ്ഞു. ഓല് വന്നിട്ട് നോക്കുമ്പോൾ പിന്നെ ഓല് പറഞ്ഞത് 6 മീറ്റർ വേണമെന്നാണ് പറഞ്ഞത്. പിന്നെ പഞ്ചായത്തിൽ നിന്ന്
പിന്നെ ഒരു 3 ലക്ഷം ഉറുപ്പ്യ വെച്ചുകൊണ്ടെന്ന് പറയാണ്. അല്ലാതെ ഒന്നും ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് ഇവിടെ കടന്നു പോകാനും എൻ്റെ ആൾക്കാർക്ക് ഇവിടെ കുറേ ആൾക്കാർ രോഗികളൊക്കെ ഉണ്ട്. അവർക്കൊന്നും കടന്നു പോകാൻ പറ്റാം. ഇന്നാളെ സ്കൂൾ വിട്ട് പോയപ്പോൾ ഒരു കുട്ടി വെള്ളത്തിൽ വീണു, 1-2 പേര് വെള്ളത്തിലൊക്കെ വീണു, അതിൻ്റെ ബുക്കൊക്കെ പോയി. അങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മഴക്കാലമായ ഇരിക്കാൻ യാതൊരു നിവൃത്തിയില്ല. വീട്ടിലേക്ക് വെള്ളം കയറുകയാണ്. റോഡിൽ നിന്ന് ഫുള്ള് PW റോഡ് പണി കഴിഞ്ഞാൽ അവിടെ നിന്നിട്ട് ഫുള്ള് വെള്ളം വരുന്നത് നമ്മളെ വീട്ടിൽ കൂടിയാണ്. ഇവിടെ 10 വീട്ടുകാർ വഴിയില്ലാതെ കിടക്കുകയാണ്. ആശുപത്രിയിലേക്ക് വണ്ടി തിരിക്കാനും കൂടി കൊണ്ടുപോകാൻ നിവൃത്തിയില്ല. നമുക്ക് ഒരു 8 ലക്ഷം ഉറുപ്പ്യ വെച്ചിരുന്നു. പഞ്ചായത്ത് ഒരു 3 ലക്ഷം വെച്ചിരുന്നു. ഇതുവരെ അതിൻ്റെ ഒരു ഇതുവരും വന്നിട്ടില്ല. 2 കൂട്ടരും വന്നിട്ടില്ല. 6 മീറ്റർ തോട് വീതി വേണമെന്ന് പറഞ്ഞാൽ അതെങ്ങനെ നടക്കുക? 6 മീറ്റർ റോഡാണെങ്കിൽ ശരി, ചാലുണ്ടാവില്ലോ 6 മീറ്റർ. വാണിജ്യ വാർത്തകൾ നോക്കാം. പെരിന്തൽമണ്ണ നെസ്റ്റോയിൽ ഇനി ഷോക്കടിപ്പിക്കുന്ന ഓഫറുകൾ. ജൂലൈ 25 മുതൽ 28 വരെയാണ് നെസ്റ്റോയിൽ ഹൈ വോൾട്ടേജ് ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നത്. വമ്പൻ ഡീലുകളാണ് ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത്. 499 രൂപ വിലയുള്ള ഡ്രീം കേക്ക് വെറും 189 രൂപയ്ക്ക്. 5 കിലോയുടെ ഡബിൾ ഹോഴ്സ് പുട്ടുപൊടി വെറും 259 രൂപയ്ക്ക്. 70,000 രൂപ വില വരുന്ന LED TV വെറും 27,900 രൂപയ്ക്ക്. 289 രൂപയ്ക്ക് 500 ml അമൂൽ നെയ്യ്. 129 രൂപയ്ക്ക് 1 ലിറ്റർ സൺഫ്ലവർ ഓയിൽ. 119 രൂപയ്ക്ക് 1 ലിറ്റർ മിൽമ അറേബ്യൻ ഈത്തപ്പഴം ഐസ്ക്രീം. 349 രൂപ മുതൽ ജെൻസ് ഷർട്ടുകൾ. 199 രൂപയ്ക്ക് ലേഡീസ് സൈഡ് ബാഗുകൾ. 249 രൂപയ്ക്ക് സ്ത്രീകളുടെ ചുരിദാർ മെറ്റീരിയൽസ് തുടങ്ങി മറ്റെങ്ങുമില്ലാത്ത ഡിസ്കൗണ്ടുകളാണ് പെരിന്തൽമണ്ണ നെസ്റ്റോയിൽ ഹൈ വോൾട്ടേജ് ഓഫറുകളുടെ ഭാഗമായി ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത്. ഗ്രോസറി, ക്രോക്കറി, ഇലക്ട്രോണിക്സ്, ഫാഷൻ, ഹോട്ട് ഫുഡ്സ്, ബേക്കറി തുടങ്ങി എല്ലാ സെഷനുകളിലും ഹൈ വോൾട്ടേജ് ഓഫറുകൾ ഒരുക്കിയിട്ടുണ്ട്. നെസ്റ്റോ ഒരുക്കിയ ഈ ഓഫർ കാലം ഉപഭോക്താക്കൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് മാനേജ്മെന്റ് അഭ്യർത്ഥിച്ചു. 25-ാം തീയതി തൊട്ട് 28-ാം തീയതി വരെ ഹൈ വോൾട്ടേജ് പ്രൊമോഷൻ നടക്കുകയാണ്. ഇവിടെയുള്ള ഈ പെരിന്തൽമണ്ണ ഏരിയയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ നെസ്റ്റോയിൽ ഹൈ വോൾട്ടേജ് എന്ന പേരിൽ വലിയൊരു പ്രൊമോഷൻ നടക്കുകയാണ്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാ ഐറ്റംസും അതിൽ ഇൻക്ലൂഡാണ്. നിങ്ങൾക്ക് പുട്ടുപൊടി ഡബിൾ ഹോഴ്സ് പുട്ടുപൊടി 475-ൻ്റെ പുട്ടുപൊടി 259-ന് കിട്ടും. പിന്നെ 70,000-ൻ്റെ TV 27,000 രൂപക്ക് നമ്മളിവിടെ അവൈലബിൾ ആണ്. ഒരുപാട് പ്രൊമോഷൻസ് നടക്കുന്നുണ്ട്. ആരും മിസ്സാക്കരുത്, എല്ലാവരും വരിക. വലിയൊരു പാർക്കിംഗ് ഏരിയയും കാര്യങ്ങളെല്ലാം ഇവിടെ സെറ്റാണ്. ഈ മലബാറിൻ്റെ തന്നെ 2ാമത്തെ ഏറ്റവും വലിയ ഷോറൂമാണ് പെരിന്തൽമണ്ണ നെസ്റ്റോ. എല്ലാവരും ഈ അവസരം ഉപയോഗിക്കുക. ഷോർട്ട് ന്യൂസ്. കോട്ടോപ്പാടം തിരുവിഴാംകുന്ന് പുളിക്കലടി കിരാത വിഷ്ണു ക്ഷേത്രത്തിലും കർക്കിടക വാവ് ബലിതർപ്പണം നടന്നു. മേൽശാന്തി ഗോപി കാർമ്മികത്വം വഹിച്ചു. 100-ൽ പരം ആളുകൾ ബലിതർപ്പണം നടത്തി. ക്ഷേത്രത്തിന് കീഴിൽ ആദ്യമായാണ് ബലിതർപ്പണം നടന്നത്. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് CT രമേശ്, ഭാരവാഹികളായ V അഭിലാഷ്, P പ്രജിത്ത്, S വിജയകൃഷ്ണൻ, P സ്മിതേഷ്, P സ്വരൂപ് എന്നിവർ നേതൃത്വം നൽകി.
ആനമങ്ങാട് കുന്നിന്മേൽ ഭഗവതി ക്ഷേത്രം വക പാടശേഖരത്തിലെ ഒന്നാം വിള കൊയ്ത്തുത്സവം വെള്ളിയാഴ്ച രാവിലെ നടക്കും. ശബരിമല, ചോറ്റാനിക്കര, തിരുമാധംകുന്ന് ഭഗവതി ക്ഷേത്രം, ചെർപ്പശ്ശേരി അയ്യപ്പൻകാവ് തുടങ്ങി 500ഓളം ക്ഷേത്രങ്ങളിലെ ഇല്ലനിറ മഹോത്സവത്തിനുള്ള നിറകതിർ ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് കൊയ്ത്തുത്സവം സംഘടിപ്പിക്കുന്നത്. 120 ദിവസത്തിലധികം മൂപ്പുള്ള ഉറുണിക്കൈമ വിത്താണ് ഇപ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ളത്. MLA കെ പ്രേംകുമാർ വിശിഷ്ടാതിഥിയായി ചടങ്ങിൽ പങ്കെടുക്കും. UGC നെറ്റ് കരസ്ഥമാക്കിയ MSF ഹരിത സംസ്ഥാന വൈസ് ചെയർപേഴ്സൺ നീരജയ്ക്ക് കരിമ്പുഴ പഞ്ചായത്ത് MSF കമ്മിറ്റി ഉപഹാരം നൽകി. ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി പി മുഹമ്മദ് അലി ഉപഹാരം സമ്മാനിച്ചു. വാർഡ് മെമ്പർ EP ബഷീർ, MSF മണ്ഡലം പ്രസിഡന്റ് ജാസിർ, മണ്ഡലം പ്രവാസി ലീഗ് പ്രസിഡന്റ് ഹബീബ് തങ്ങൾ, കുവൈത്ത് KMCC മണ്ഡലം ട്രഷറർ ആബിദ്, MSF പഞ്ചായത്ത് പ്രസിഡന്റ് സ്വാലിഹ്, സെക്രട്ടറി സിനാൻ, റബീഹ് തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മുടെ സംസ്ഥാന MSFന്റെ ഹരിത ചെയർപേഴ്സണല്ലേ നീരജയ്ക്ക് നീറ്റ് എക്സാമിൽ ഒരു നല്ല വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ്. അപ്പോൾ ആ നീരജയ്ക്കുള്ള ഒരു MSF പഞ്ചായത്ത് കമ്മിറ്റിയുടെ വക ഒരു ഉപകാരം അത് നൽകുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇപ്പോൾ ചേർന്നിരിക്കുന്നത്. നീരജയ്ക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നോക്കാം. പാർട്ടി ആരെയും ഉപേക്ഷിച്ചിട്ടില്ലെന്ന് CPI പാലക്കാട് ജില്ലാ സെക്രട്ടറി സുമലത മോഹൻദാസ്. ഒരു കുടുംബത്തിലുണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ മാത്രമാണ് ഉണ്ടായത്. ഇതൊന്നും നെഗറ്റീവായി കാണുന്നില്ലെന്നും പാർട്ടിയെ സ്നേഹിക്കുന്ന ആർക്കും സ്വാഗതമെന്നും പുതിയ ജില്ലാ സെക്രട്ടറി. മുണ്ടൂർ തൂതാപാതയിൽ കുളക്കാട് വാഹനാപകടം. സ്വകാര്യ ബസും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. മാങ്ങാട് സ്വദേശി രവികുമാറാണ് മരിച്ചത്. സഹോദരന് പരിക്ക്. അപകടമുണ്ടായത് ബലിതർപ്പണത്തിനായി കരിമ്പുഴയിലേക്ക് പോകുന്നു. പാചകം ചെയ്യുന്നതിനിടെ പ്രഷർ കുക്കർ പൊട്ടിത്തെറിച്ച് അധ്യാപികയ്ക്ക് പരിക്ക്. കരുവാരക്കുണ്ട് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക അശ്വതിക്കാണ് പരിക്കേറ്റത്. ഇവർ താമസിക്കുന്ന ക്വാർട്ടേഴ്സിൽ വെച്ചാണ് അപകടമുണ്ടായത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പുറത്തുവിട്ട വോട്ടർ പട്ടികയിൽ ക്രമക്കേടെന്ന് BJP. പുറത്തുവിട്ട വോട്ടർ പട്ടിക CPMന്റെ ഓഫീസുകളിൽ നിന്നാണ് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P വേണുഗോപാലൻ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടണം. ആനമങ്ങാട്ട് തെരുവുനായ ആക്രമണം. പിതാവിനും മകനും തെരുവുനായയുടെ കടിയേറ്റു. പ്രദേശത്ത് തെരുവുനായ്ക്കൾ വലിയ ഭീഷണി ഉയർത്തുന്നതായി നാട്ടുകാർ. മങ്കര മാങ്കുറിശ്ശിയിൽ വാഹന പരിശോധനയ്ക്കിടെ മോഷണ മുതലുമായി യുവാവ് പിടി. മലപ്പുറം തിരൂരങ്ങാടി സ്വദേശി അബ്ദുൾ റസാഖാണ് പിടിയിലായത്. അങ്ങാടിപ്പുറം ചെരക്കാപ്പറമ്പിൽ ബന്ധുവീട്ടിൽ നിന്നും സ്വർണം മോഷ്ടിച്ച പ്രതി തിരുവനന്തപുരത്ത് മറ്റൊരു കേസിൽ പിടി. പിതൃമോക്ഷം തേടി ആയിരങ്ങൾ കർക്കിടക വാവു ദിനത്തിൽ ബലിതർപ്പണം നടത്തി. ഭാരതപ്പുഴയിലെയും തൂതപ്പുഴയിലെയും പ്രധാന സ്നാനഘട്ടങ്ങളിൽ ബലിതർപ്പണത്തിന് വൻ തിരക്ക്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.